കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു. ബൈക്കിലെത്തിയ ആളാണ് കോർപ്പറേഷൻ കാപ്പാട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പാർത്ഥൻ ചങ്ങാടിന്റെ ബോർഡുകൾ തകർത്തത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. റഹീസ്, ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന് മനസ്സിലാകാൻ പറ്റുന്നുണ്ടോ? ഇതിന് ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് മനസ്സിലായിട്ടില്ല. ചില കോൺഗ്രസ് നേതാക്കളൊക്കെ CPM ആണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള അത്തരത്തിലുള്ള മറുപടികളൊന്നും ലഭിച്ചിട്ടില്ല. ഏത് തരത്തിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രചാരണ ബോർഡുകളും മറ്റുമൊക്കെ തകർത്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല. ഈ കാപ്പാട് ഡിവിഷൻ, കോർപ്പറേഷനിലെ കാപ്പാട് ഡിവിഷൻ LDFന്റെ ഒരു കോട്ട തന്നെയാണ്. അവിടെ നിന്ന് സ്ഥിരമായ LDF സ്ഥാനാർത്ഥികളാണ് ഈ കോർപ്പറേഷൻ രൂപീകരിച്ചതിനു ശേഷം വിജയിച്ചിട്ടുമുള്ളത് അവർ മാത്രമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ ഈ പ്രചാരണ ബോർഡുകൾ നശിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. പാർത്ഥൻ ചങ്ങാട്ട് എന്നാണ് UDF സ്ഥാനാർത്ഥിയുടെ പേര്. 20ാം ഡിവിഷനാണിത്. ഇന്നലെ അർദ്ധരാത്രിയിൽ ബൈക്കിലെത്തിയ ഒരാളാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കീറുകയും ചില ചിഹ്നങ്ങളൊക്കെ പതിപ്പിച്ച് നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ അത് അവിടെ തന്നെ ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ UDF പ്രവർത്തകർ ഇത് കാണുന്നു, അവർ പോലീസിൽ പരാതി നൽകുന്നു. പിന്നാലെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമാകും ഇത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടാണോ ഇത് നശിപ്പിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണോ ഇത് നശിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരികയുള്ളൂ. എന്തായാലും UDF പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.